തിരമാല നടുക്ക് മീനിങ്ങാട് ഒട്ടും വരാണ്ടിരിക്കാൻ വേണ്ടി അടുത്ത് വന്നേക്കണ്ട, രണ്ട് സൈഡും അടുത്തേക്കണണ്ട. ഒരടിപ്പിച്ച് എല്ലാവരും കൂടി കടലിലോട്ട് ഇറങ്ങണ കണ്ട. ഓ മുങ്ങിപ്പോയി. കഴുത്തോളം വെള്ളത്തിൽ നിന്നിട്ടാണ് മീനെ പേടിപ്പിച്ചോണ്ടിരിക്കണ. കടല് വരുമ്പോ ഇവര് മുങ്ങിപ്പോവും, അതനുസരിച്ച് ഇവര് പൊങ്ങുകയും ചെയ്യും കണ്ട. ഓ കടലിനോട് മല്ലിട്ട് വല പിടിച്ചേരുന്ന കാഴ്ചയാണ് ഈ കാണേട്ടാ. ഹലോ ചാമര, നമ്മളിപ്പോൾ തിരുവനന്തപുരം കോവളത്തേക്കാണ്. പഴയ രീതിയിലുള്ള ഒരു മീൻ പിടുത്തം, കമ്പവല അല്ലെങ്കിൽ കരമടി എന്ന് പറയുന്നത്. എൻ്റെ പുറകിൽ നടക്കണ ഇത്രയും 19ഓളം ആൾക്കാരായിരുന്നു വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വല കയറി വരുമ്പോൾ നല്ല അടിപൊളി കിട്ടില്ല മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചിട്ട് വെറൈറ്റി മീൻ പിടുത്തം കാണാൻ പോകണേട്ടാ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. വല കയറുമ്പോൾ വലക്കുള്ളിൽ നിറച്ച് മീനുണ്ടാവും. അപ്പോൾ ആ ഒരു കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടായി വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചു 10, 50, 60ഓളം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് വല പിടിച്ച് വെളുപ്പിലോട്ട് കയറ്റുന്ന ഒരു കാഴ്ച ഉണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 22 പേര് എന്നാണ് ഈ മടി വലിച്ച് കയറ്റണ കേട്ടോ. കണ്ടോ സൈഡും ആൾക്കാർ വലിക്കുന്നുണ്ട്, ഈ സൈഡും വലിക്കുന്നുണ്ട്, ആ സൈഡും വലിക്കുന്നുണ്ട്. ഒരു സൈഡ് ഇവിടെ തന്നെ ഏകദേശം 22ഓളം പേരുണ്ട് ഈ ഒരു വല വലിച്ചു കയറ്റാനായിട്ട്. വല വന്നത് വലയാണെങ്കിൽ ഇതേ കണ്ട, അതേ വെള്ളപ്പൊന്ത് കാണണ്ട. ഈ ഒരു വെള്ളപ്പൊന്ത് ചുറ്റിനും വല കണ്ട, ഇതിങ്ങനെ വല ഇട്ടേക്കാണ്. ഈ വലയിലാണെങ്കിൽ 2 പേര് ഇറങ്ങിയിട്ടുണ്ട് കണ്ട. അതെ അവിടെ ഒരു ചേട്ടനുണ്ട്, അതുപോലെ തന്നെ അതെ ഇതിവിടെ കണ്ട. കടൽ വരുമ്പോൾ ഇവർ മുങ്ങിപ്പോവും, അതനുസരിച്ച് ഇവർ പൊങ്ങുകയും ചെയ്യും കണ്ട. ഇതേ കണ്ട, റിസ്ക്കുള്ള പരിപാടിയൊക്കെ തന്നെ കണ്ട. അവർ നീന്തിയാണ് നിൽക്കണത്. 2 പേര് കടലിൽ ഇറങ്ങിയിപ്പുണ്ട്, ബാക്കി ഉള്ളവർ കരയിൽ നിന്നിട്ടാണ് ഈ വല പിടിച്ച് കയറ്റണേ കേട്ടാ. കണ്ട കയറി വരുമ്പോൾ കാണാൻ പറ്റും എന്തൊക്കെ മീനാണ് കിട്ടണത്. ഇവിടെ മാറി മാറി ഇങ്ങനെ നിന്ന് പിടിക്കണം കേട്ടാ. ഒരാൾ പിടിച്ച് പുറകോട്ട് പോവും, പുറകോട്ട് ഒരാൾ വീണ്ടും കണ്ട അവിടെ നിന്ന് ഇങ്ങനെ വരും. അവസാനം ഈ റോപ്പെല്ലാം കണ്ട അവിടെ മാടി മാടി വെക്കുന്നേ കണ്ട. ഒരാൾ മാടി വെക്കാനുണ്ട് കണ്ട, അത് അവിടെ തൊട്ട് മാടി മാടി റോപ്പ് മാടി കണ്ട. ഇതിങ്ങനെ മാടി വെക്കുകയാണ്. വല ചുരുങ്ങി വന്നെയാണ് ഈ കാണുന്ന ഈ മാടി വെക്കുന്നത്. ഇതിനെ മാടി വെക്കണം എന്ന് പറയും, ഈ ചുറ്റി വെക്കണേനേട്ടാ. ഈ സൈഡ് അമ്പ വിളിക്കണ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതേ. അതുപോലെ ഈ സൈഡുണ്ട്. ഇത്രയും ദൂരമുണ്ട്. 2 പേരും ഭയങ്കരമായിട്ട് റാ പോലെ നിൽക്കും. അത് പയ്യെ ഇങ്ങനെ അടുത്തടുത്ത് വരും. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് പയ്യെ എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഉണ്ട്. ഇവിടത്തെ കണ്ട പിടിച്ചേട്ടണ്ട കയറി വരുമ്പോൾ മീൻ വല നിറച്ച് മീൻ കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കേട്ടാ. തന്നെ അവിടെ ഒരു 22 പേരുണ്ടാവും, ഇവിടെ ഉണ്ടാവും ആൾക്കാർ കണ്ട. ഒരുമിച്ച് ചേർന്നാണ് ആ വല പിടിച്ചു തരണത്. ഈ ഒരു പാട്ടിന് ഒരു അമ്പിടൽ എന്നൊക്കെ പറയും. വല പിടിച്ചു കയറ്റാനുള്ള ഒരു ആവേശം. കണ്ടാൽ പോത് കുത്തി ജോത്തയാക്കി ഉന്നക്കായിലൂരെ പോടാ ആളുരി പോ പൊന്നാമോ എന്നെ വാളത്ത്
வளைத்தடியோ என்னை வளைத்தோ தாயடியோ தாய்க்கு தாலே മകനോ ഇറങ്ങിക്കണണ്ട ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട്, അതുപോലെ ഒരു ചേട്ടൻ അവിടെ നിൽക്കണണ്ട. കണ്ട കഴുത്തോളം വെള്ളത്തിൽ നിന്നിട്ടാണ് മീനെ പേടിപ്പിച്ചോണ്ടിരിക്കണ. കഴുത്തോളം വെള്ളത്തിൽ രണ്ടുപേരും നിൽക്കണോടാ, എന്നിട്ടാണ് ഈ അടിച്ചോണ്ടിരിക്കണ കേട്ടാ. ബാക്കി എല്ലാവരും കരയിൽ കയറിയിട്ടുണ്ട്, രണ്ട് സൈഡും ഉണ്ട്. കണ്ട ഇവിടെ അവിടെ ആയിട്ടുണ്ട്. ഇവർ ഒച്ചെടുക്കണ മീൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് പേടിപ്പിക്കണ. ഞാൻ കാണിച്ചില്ല മീനെ പേടിപ്പിക്കണ ഒരു സംഭവം. വെള്ളത്തിലടിക്കും. മീനിങ്ങാട് വലക്ക് പുറത്തോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി മുങ്ങിപ്പോയി. മടി കടലിലോട്ട് ഇറങ്ങിയേക്കണ. കണ്ട ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പാണ്. അതൊക്കെ മോളിൽ നിന്നായിരുന്നു. ഇത് എല്ലാവരും കൂടി കടലിലോട്ട് ഇറങ്ങിയാണ്. കണ്ട ഇവിടെയും ഇറങ്ങി തുടങ്ങി കേട്ടോ. കണ്ട ചുരുങ്ങാനുസരിച്ച് അവരിറങ്ങും. കണ്ട രണ്ട് സൈഡ് ഇറങ്ങി ഇനിങ്ങനെ കോരി എടുക്കും. ആ കോർണറിൽ നിറച്ച് മീനുണ്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചതേ. ഒരാടെ നീന്തി പോകണ്ടോ, ഞങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ അടി നോക്കിയാണ്ട തിരമാല നടുക്ക് നടിക്കാണ്. മീൻ ഇങ്ങോട്ട് ഒട്ടും വരാണ്ടിരിക്കാൻ വേണ്ടി അവിടെ മീൻ കിടന്ന് ഇതാവണുണ്ട്. കണ്ട ഇപ്പൊ ഒരാളിവിടെ, അടുത്ത ആളിവിടെ, പിന്നെ അവിടെ 3 പേര്. കണ്ട ഇതെല്ലാരും മീനടിക്കണണ്ട. ചുരുങ്ങി. കണ്ട നമുക്ക് അത് നടുക്ക് നിൽക്കാൻ പറ്റില്ല. കണ്ട ഇതിങ്ങനെ മൊത്തം ചുരുങ്ങി വരെയാണ്. കണ്ട ഈ ഒരു റായി ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ്. നമ്മളത് നടുക്ക് നിൽക്കാൻ പറ്റില്ല. കണ്ട ഒരു വലിച്ചടിപ്പിക്കണണ്ട. അടുത്ത് വരുമ്പോൾ മീൻ വലയെ കിടന്ന് പെയ്യണ കാണാട്ടാ. മീനുള്ളതാണ് അവരിങ്ങനെ അടിക്കണത്. വല മൊത്തത്തിൽ ചുരുങ്ങിയാണ്ട. അടുത്ത് വന്നേക്കണ്ട, രണ്ട് സൈഡും അടുത്തേക്കണണ്ട. ഒരടിപ്പിച്ച് കടലിൽ തിരമാലന്ന്. കണ്ട എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. കടലിനോട് മല്ലിട്ട് വല പിടിച്ചേരുന്ന കാഴ്ചയാണ് ഈ കാണേട്ടാ. വല കയറി വരണ. കണ്ടാ എല്ലാവരോടും മടി. മീനാട്ടാ മടിയില്ലേ. ചൂടാണ്. ആ ചൂര
വല തുറക്കണം കണ്ട. ചെറുത് 2500 രൂപ 2000 100 200 300 300 300 2300 2300 2300 2300 350 400 450 450 500 500 550 550 550 550 550 550 2550 ഉണ്ടോ? 2550 രൂപ 4 ചൂര. രണ്ടുപേര് ഒത്തുവിളി 650 രണ്ടുപേര് 700 700 700 700 700 700 രണ്ട് 700 ഒരു കുട്ടയുടെ അതല്ലേപ്പാ അപ്പൊ എണ്ണി കൊടുക്കാം 8 രൂപ ചെയ്യുന്നത് 200 200 2200 500 500 500 550 600 600 600 600 650 650 700 700 രണ്ട് 700 700 700 700 700 700 മുത്തോട് പെട്ടിയുടെ 600 700 800 900 900 900 രണ്ട് 900 രണ്ട് 900 രണ്ട് 900 950 950 3000 3000 രണ്ട് പേര് 50 50 രണ്ട് പേര് 100 3100 100 100 100 മടി ഉരുട്ടിന് പോയാകാം ആയിരം രൂപ 1000 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 രൂപ 50 1050 1050 അങ്ങനെ നമ്മുടെ കമ്പവലപ്പണി കഴിഞ്ഞ് കമ്പവലപ്പണിയിൽ മീൻ കിട്ടിയ കൂടുതൽ കൊഴുവയും ചാളയും പിന്നെ ചൂരയും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലേലം വിളിയും കാര്യങ്ങളും എല്ലാം കൂടിയാണ് ഞാൻ നിങ്ങളോട്ട് കാണിച്ചത്. അപ്പം ഇന്നത്തെ പണി ഇത്രയുള്ള വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, അങ്ങാട് പിന്നെ തമിഴ്നാട് അങ്ങനെ ഇങ്ങോട്ട് പോകും. ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ കൊല്ലത്തൊക്കെ കുറവാണ്. ഏറ്റവും കൂടുതൽ പണി പൂന്തുറ, വലിയതുറ, ഇങ്ങാടൊക്കെയാണ് കോവളം, അവിടേക്കാണ് കൂടുതലും ഈ കമ്പവല അല്ലെങ്കിൽ കരമടിയൊക്കെ കൂടുതലും നടക്കണത്. ഓരോ സീസണിനനുസരിച്ച് ഓരോ മീൻ കിട്ടിക്കൂടും. ചിലപ്പോൾ കൊഴുവ് കിട്ടും, ചാള കിട്ടും, അത് ചൂര മാത്രം കിട്ടും, വങ്കട കിട്ടും, വറ്റ കിട്ടും. അപ്പം ഇനി വ്യത്യസ്തമായിട്ടുള്ള മീൻ പിടുത്തവും കാര്യങ്ങളും ഇതുപോലെ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല അടിപൊളിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടാറ്റാ.